ലക്ഷ്യവും. ഇത്തവണ ഫെസ്റ്റിവൽ മന്ത് എന്നുള്ള നിലയിൽ ഡിസംബറിനെയാണ് കേരളീയത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ വലിയ അപാകം ബിജെപിക്ക് തോന്നുന്നുണ്ടോ? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. നമുക്ക് ചില വസ്തുതകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി CPM-ന്റെ പ്രതിനിധി ശ്രീ പ്രകാശിനോട് നേരിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അദ്ദേഹം കേരളം വലിയ വികസന മുന്നേറ്റത്തിലാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഒരു ചർച്ചയ്ക്ക് വരുമ്പോ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയത്. ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെ പ്രതിനിധീകരിച്ച് വരുന്നയാളുടെ കയ്യിൽ അത് സംബന്ധിച്ച കണക്കുകൾ ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു വലിയ തോതിൽ ഇവിടേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു, ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിലേക്ക്. അല്ല, ശിവേട്ടൻ പണ്ടാറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഞാൻ അദ്ദേഹത്തോട് ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കിട്ടിയിട്ടുള്ള FDI എത്രയാണ്? ഉത്തരം പറ. എത്ര കോടി രൂപയാണ്? കൃത്യമായ കണക്ക് പറയണം, തെറ്റിദ്ധരിപ്പിക്കരുത്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഇവിടെ കേരളത്തെ ഇകഴ്ത്തിക്കാട്ടുക എന്നുള്ളത് BJPക്കും കോൺഗ്രസിനും വളരെയേറെ താല്പര്യമുള്ള വിഷയമാണ്. ഞാൻ കണക്കാ പറയുന്നത്. ശിശുമരണ നിരക്കിൽ കേന്ദ്രം 1000-ൽ ഈ രാജ്യത്തെ എത്രാം സ്ഥാനത്താണ്? മാതൃമരണ നിരക്കിൽ പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? കേരളം 97ആണ്, 19ആണ് കേരളം. 1000 ഞാൻ പറയുന്നത് കേൾക്കുന്നത്. ഞാനത് ചോദിക്കരുതായിരുന്നു. ഇതല്ല ചോദിച്ചത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എത്ര കൊണ്ടുവന്നു? അതാ പറഞ്ഞത്. നീ പൊട്ടനാണോ പൊട്ടൻ കളിക്കുകയാണോ? മാഷ് കിടന്നുരുളണ്ട. വിദേശ രാജ്യ നിക്ഷേപം ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും, പക്ഷെ ഞാൻ പൊട്ടനല്ല. വിദേശ നിക്ഷേപം നരേന്ദ്രമോദിയുടെ അനുവാദമില്ലാതെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരമുണ്ടോ? ഇംഗ്ലീഷ് പറഞ്ഞേ. അതറിയാമായിരുന്നേ നിങ്ങളെ കൊണ്ട് വളമുണ്ടാക്കാൻ നടക്കുകയില്ലായിരുന്നല്ലോ. വല്ല കോളേജിൽ പഠിപ്പിക്കാൻ പോകത്തില്ലായിരുന്നു. കേരളത്തിന്റെ മന്ത്രി രാജ്യത്ത് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഉദാഹരിക്കുന്നത് പ്രളയകാലത്ത് റെഡ് ക്രസന്റ് കൊടുക്കാമെന്നേറ്റ പണം തടഞ്ഞു എന്നുള്ളതാണ്. അത് ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? സഹായം സ്വീകരിക്കേണ്ട എന്നുള്ളത് സുനാമി കാലത്ത് ഇന്ത്യ ഗവൺമെന്റ് എടുത്ത പോളിസിയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വ്യാവസായിക നിക്ഷേപമാണ്. വ്യാവസായിക നിക്ഷേപം ഉണ്ടാക്കുന്നത് അത് സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളാണ്. എന്റെ അഭിലാഷേ, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്തിനു വേണ്ടിയാന്ന് പോലും അറിയാത്ത CPM-ന്റെ പ്രതിനിധി ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറക്കിയോ? കേരളത്തിൽ വ്യവസായ നിക്ഷേപം വരുന്നതിനാണ് മാഷേ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ എന്ത് നിക്ഷേപം വന്നു, ഏതേത് പദ്ധതികൾ നിക്ഷേപിക്കപ്പെട്ടു, അങ്ങനെ കേരളത്തിലെ എത്ര എംപ്ലോയ്മെന്റ് ജനറേഷൻ, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് പുതുതായിട്ട് എന്ത് സംഭാവന വന്നു, ഇതാണ് ചോദിച്ചത്. മസാല ബോണ്ട് FDI ആണ്. എനിക്ക് CPM-നോട് സഹതാപമേ ഉള്ളൂ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കേവലം ഇവരൊക്കെയാണല്ലോ ഈ കേരളത്തെ ഇങ്ങനെ ഭരിച്ചങ്ങ് മുന്നോട്ട് നയിക്കുന്നത്. ഇവരാണല്ലോ കേരളത്തിന്റെ നയരൂപീകരണ സമിതികളിൽ ഇരിക്കുന്നത്. ഇനി പറഞ്ഞിട്ട് കാര്യം നമുക്ക് വേറെല്ലാം പറയാം. കേരളത്തെ ആലോചിച്ച് എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. ഇത്ര നിലവാരമില്ലാത്ത രീതിയിൽ എന്താണ് FDI എന്ന് പോലും അറിയാത്തവർ കേരളത്തിലെ വികസന പദ്ധതികൾ പണം മുടക്കാൻ കഴിയാതെയും കേരളം ഇങ്ങനെ മുച്ചൂടും മുടിഞ്ഞിരിക്കുന്ന സാഹചര്യം, കേരളീയം എന്ന് പറയുന്ന ഈ ഉഡായിപ്പ് പരിപാടി പോലും വാസ്തവത്തിൽ മരുമകന്റെ ബന്ധുക്കളുടെ ഈവന്റ് മാനേജ്മെന്റുള്ള പരിപാടിയാണ്. എങ്ങനെ മനസ്സിലായി? ആർക്കാ അറിയാത്തത്? ആർക്കാ ഇതറിയാത്തത്? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.